ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് മുട്ട പഫ്സ് എങ്ങനെ വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇപ്പോൾ നമ്മളിവിടെ 4 മുട്ട പഫ്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ എടുക്കണം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാലും 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടിയിട്ട് ആഡ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. അതായത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പം ഞാൻ ഈ മൈദ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസാക്കി മാറ്റണം. നമ്മളിത് ചപ്പാത്തിക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കാം. ഇപ്പോൾ നമുക്കിവിടെ 7 ബോൾസാണ് കിട്ടിയിരിക്കുന്നത്. ഇതിലെ ഓരോ ബോൾസും ഈ പഫ്സിൻ്റെ ഓരോ ലെയേഴ്സാണ്. ഇനി നമുക്കിത് ചപ്പാത്തി പലകയിലിട്ടിട്ട് നന്നായി ഒന്ന് പരത്തിയെടുക്കാം. കുറച്ച് മൈദ ഇട്ടിട്ട് നന്നായി പരത്തിയെടുക്കാം. ഇനി നമുക്ക് ഈ പരത്തിയെടുത്ത മൈദയുടെ മേലെ കുറച്ച് നെയ്യ് തടവി കൊടുക്കാം. ഇപ്പോൾ നമുക്കിതിൻ്റെ മേലെ കുറച്ച് കോൺഫ്ലവർ കൂടിയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ലെയർ ശരിയായിട്ടുണ്ട്. ഇനി ഇതേപോലെ ബാക്കിയുള്ള ലെയേഴ്സും നമുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ ഓരോ ലെയേഴ്സ് നമ്മൾ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ഒന്നിൻ്റെ മീതെ ഒന്നായിട്ട് അടക്കി വെക്കാം. ഇപ്പോൾ നമ്മൾ ഈ മൈദ 7 എണ്ണം നന്നായി പരത്തിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒന്നിൻ്റെ മീതെ ഒന്നായിട്ട് നന്നായി അടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മൊത്തത്തിലായിട്ട് ചപ്പാത്തി പലകയിലിട്ടിട്ട് നന്നായി ഒന്ന് പരത്തിയെടുക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ലാസ്റ്റ് പരത്തിയ മൈദയുടെ മുകളിലായിട്ട് നെയ്യും അതേപോലെ കോൺഫ്ലോറും ഒന്നും ആഡ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. ഇനി നമുക്കിത് നന്നായി ഒന്ന് പരത്തിയെടുക്കാം. കുറച്ച് മൈദ വേണമെങ്കിൽ മുകളിലും താഴെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ മൈദ മുഴുവനായിട്ട് നന്നായി പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അഡ്ജസ്റ്റൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു സ്ക്വയർ ഷേപ്പ് ആക്കിയെടുക്കാം. ഇപ്പോൾ നമ്മളിതിൻ്റെ സൈഡ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലെയേഴ്സ് കാണാൻ പറ്റും. ഇപ്പോൾ നമുക്കിതിലേക്ക് വേണ്ട ഫില്ലിങ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യാം. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ 3-4 കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതേപോലെ 3-4 വെളുത്തുള്ളി, 2 പച്ചമുളക്, ഇതെല്ലാം ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സവാള, അതേപോലെ ചെറിയ കഷ്ണം തക്കാളി, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ സവാള നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, അതേപോലെ ഒരു ചെറിയ ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പരത്തിയ മൈദ 4 പീസസ് ആക്കണം. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യ് തടവി കൊടുക്കാം. ഇനി ഈ ഓരോ പീസസിൻ്റെയും സെൻറ്ററിലായിട്ട് നമുക്ക് കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി മസാലയുടെ സെൻറ്ററിലായിട്ട് നമുക്ക് നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ള പുഴുങ്ങിയ മുട്ട വെച്ച് കൊടുക്കാം. ഇനി ഇതിലെ ഓരോ പീസസും നമുക്ക് സൈഡിൽ നിന്ന് എടുത്തിട്ട് സെൻറ്ററിലേക്ക് കൊണ്ടുവന്നിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മളിത് കുക്കറിലാണ് ബേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കറിൽ താഴെ നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഓരോ പഫ്സായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് കുക്കർ അടച്ചു വെക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ഇപ്പോൾ വെയിറ്റ് ഇട്ട് കൊടുക്കാൻ പാടില്ല. ഇനി 10 മിനിറ്റ് ചെറിയ തീയിൽ നന്നായി ചൂടാക്കിയ ദോശച്ചട്ടിയുടെ മുകളിലേക്കായിട്ട് നമുക്ക് ഈ കുക്കർ വെച്ച് കൊടുക്കാം. ഇപ്പോൾ അരമണിക്കൂർ നമുക്ക് ചെറിയ തീയിൽ ഈ പഫ്സ് നന്നായി ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം
നമുക്ക് കുക്കർ തുറന്നിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടിട്ട് ഒരു 10 മിനിറ്റും കൂടി നന്നായി ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. ടോട്ടൽ 40 മിനിറ്റാണ് നമ്മളിത് ബേക്ക് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ പഫ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഭാഗം കരിഞ്ഞ പോലെ ഉണ്ട്, അത് കുഴപ്പമില്ല, നമ്മൾ തിരിച്ചിട്ടപ്പോൾ വന്നിരിക്കുന്നതാണ്. പക്ഷേ ഉള്ളിൽ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് പഫ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ പുറത്തുനിന്ന് ബേക്കറിയിൽ നിന്നൊക്കെ കഴിക്കുന്ന പഫ്സിൻ്റെ അതേ കറക്റ്റ് ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ടെക്സ്ചർ കാണുമ്പോൾ അത്രയും പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നുണ്ടാവില്ല. അത് നമ്മൾ കുക്കറിൽ ചെയ്തെടുത്ത കാരണമാണ്. പക്ഷേ ടേസ്റ്റ് വൈസ് നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മളിതിൽ സക്സസ്ഫുള്ളാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ വിചാരിച്ച പോലെ കുറേ ലെയേഴ്സൊക്കെ ഇതിൽ ഫോം ചെയ്ത് വന്നിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ നിങ്ങളുടെ കമൻസും അറിയിക്കണം. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.